ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷേച്ച രോഗീണം എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ആക്രസി പ്ലസിന്റെ പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വഹാബാണ്. ആയുർവേദ ഡോക്ടറായിട്ട് ഹെർബൽ പാർക്കിൽ ജോലി ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. ഹൗ ദ പ്രാക്ടീസ് ആൻഡ് എവറിത്തിങ് ഗോയിങ്? വെരി ഗുഡ്. ആക്ച്വലി നമ്മളിവിടെ ഒരു ആയുർവേദിക് അപ്രോച്ചാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം വളരെ ഭംഗിയായി തന്നെ പോകുന്നുണ്ട്. സാറിന്റെ പ്രാക്ടീസ് ഏകദേശം ഇപ്പൊ എത്ര വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്നു? ഞാൻ എൻ്റെ പ്രാക്ടീസിന്റെ ഇനിഷ്യൽ കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതലും കേരളത്തിൽ തന്നെയായിരുന്നു. ഏകദേശം ഒരു 6-7 വർഷത്തോളം നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ യുഎയിലേക്ക് എത്തിയത്. അപ്പൊ സാർ ഒരു ഏകദേശം 11 വർഷത്തോളം സാർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു ഏകദേശം ഒരു 6-7 വർഷം നാട്ടില്, പിന്നെ ബാക്കിയുള്ള പ്രാക്ടീസ് ഒക്കെ ഇവിടെ. ഇപ്പോ നാട്ടിലത്തെ ഒരു നേച്ചറായിരിക്കും കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു നേച്ചർ, അതായത് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ബേസിസ് ആയിട്ടാണോ അതോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് ഒരു രീതി കണ്ടേക്കുന്നത്? നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാട്ടില് ഒരു 2 ഡീക്കേഡായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. എന്റെ ഒരു മെജോറിറ്റി പോർഷൻസ് ഒരു ബിഫോർ കോവിഡ് എന്നുള്ള ഒരു പ്രാക്ടീസ് തന്നെയായിരുന്നു. ആഫ്റ്റർ കോവിഡ് ഒരു ഫേസ് ഓഫ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം ബിഫോർ കോവിഡ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിരുന്നു കൂടുതൽ. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ അധികം മെറ്റബോളിക് സിൻഡ്രോംസ് ഇപ്പം ഈവൻ കോവിഡ് ടൈമിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു മെറ്റബോളിക്കൽ സിൻഡ്രോംസ് പൊതുവിൽ ഇപ്പം കൂടുതലാണ്. ഈവൻ യുവജനങ്ങൾക്കിടയിലാണെങ്കിലും ഈവൻ നമുക്ക് ഒരു മധ്യവയസ്കർക്കിടയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെറ്റബോളിക് സിൻഡ്രോംസ് കൂടുതലാണ്. പിന്നെ കമ്മിങ് ടു UAE നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തോതെന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോംസ് പ്ലസ് നമുക്കൊരു മസ്കുലോ സ്കെൽട്ടൽ ഇഷ്യൂസ്, അതായത് ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിന് ഉണ്ടാകുന്ന കുറച്ചധികം ബുദ്ധിമുട്ടുകൾ. അത് നമ്മൾ ഒരു കണ്ടിന്യൂസ് ലോങ് സിറ്റിംഗ് അവേഴ്സ്. ശരിയാണ്. ഒരുവിധ ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുന്ന സെയിം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മസ്കുലർ സ്കെൽറ്റൽ പ്രൊഫഷണൽസിന് എന്തായാലും ഈ പറയുന്ന കൂട്ട് നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ഇമ്മൊബിലിറ്റി മൂലം ഉണ്ടാവുന്ന കുറെ അധികം ഇഷ്യൂസ്. അത് വളരെ നോർമൽ വർക്ക്ഔട്ട് ഒന്നും ഇല്ലാതെ ജസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് റിമാർക്കബിളി ഇപ്പം വളരെ കൂടുതൽ തന്നെയാണ്. ഈവൻ ഒരു 35 ഇയേഴ്സ് ഓഫ് ഏജിന് മുകളിൽ എല്ലാവർക്കും ഇപ്പം വളരെ എവിഡന്റ് ആയി കാണാൻ പറ്റുന്ന ഒരു കേസസ് തന്നെയാണ്. ഓക്കെ സാർ, ഇപ്പൊ ഞാനിപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെയിൻ കൺസേൺ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മോഡേൺ മെഡിസിൻ പാസ്റ്റ് അതായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആയുർവേദ ആയിക്കോട്ടെ, ഏതൊരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പാസ്റ്റ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. അത് പ്രസന്റ്ലി ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും പാസ്റ്റ് എങ്ങനെയായിരുന്നു ആയുർവേദത്തിന്റെ? കൂടുതലായിട്ടും ഒരു രോഗനിർണയത്തിന്റെ അപ്രോച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. അതെ, രോഗനിർണയം. അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ എല്ലാത്തിനും നമുക്കൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് മുതൽ അവസാനം MRI CT സ്കാൻ വരെ ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം പോലും ചെക്ക് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ BP ചെക്ക് ചെയ്യാൻ നമുക്ക് അതിനനുസരിച്ചുള്ള അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ അന്ന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്? എങ്ങനെയാണ് അതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് രീതികൾ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ചോദ്യം. അതെ. കാരണം എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ആയുർവേദം എന്ന് പറയുന്നത് ഒരു പുരാതനമായ ശാസ്ത്രമാണ്. വളരെ ശരിയാണ്. മോർ ദാൻ 5000 BC പഴക്കമുള്ള ഒരു ഇവോൾവ് ചെയ്ത് വന്ന ഒരു ശാസ്ത്രമാണ്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്യൂരിറ്റി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ, അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനൊരു മുൻഗണനാ ക്രമവും ഉണ്ട്. അപ്പം എല്ലാത്തിനും ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് അപ്രോച്ച് തന്നെയാണ് എപ്പോഴും. അപ്പം വളരെ പുരാതനമായിരുന്നെങ്കിൽ തന്നെയും അതിന്റെ അപ്രോച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മോഡേൺ മെഡിസിൻ വളരെ കോറിലേറ്റഡ് തന്നെയാണ്. പല സ്റ്റേജസ്, പല പ്രിൻസിപ്പിൾസ്. ഇപ്പൊ നമ്മളൊരു ചികിത്സ അല്ലെങ്കിൽ ഒരു രോഗത്തെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ രോഗത്തിന്റെ അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രോഗിയെ നമ്മൾ എങ്ങനെയൊക്കെ പരീക്ഷിക്കണം എന്ന് ആയുർവേദം പറയുന്നുണ്ട്. ഒരു രോഗി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആയുർവേദം പറയുന്നതാണ് ദർശന സ്പർശന പ്രശ്നേഹി പരീക്ഷേച്ച രോഗീണം എന്ന് പറയുന്നത്. അതായത് ഒരു നോട്ടം കൊണ്ട്, ദർശനം കൊണ്ട്. അപ്പൊ നമുക്കതിനെ ഒരു ഇൻസ്പെക്ഷൻ എന്നുള്ള രീതിയിൽ പറയാം. മോഡേൺ അപ്രോച്ച് നമുക്ക് ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ പോലെയുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾസ് പറയുന്നുണ്ട്. അതായത് 5000 BC എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ ഇതൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അതായത് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. പിന്നെ സ്പർശന പ്രശ്നേഹി, സ്പർശനം മീൻസ് നമുക്കൊരു പാൽപേഷൻ,
അപ്പൊ ആ രോഗിക്ക് എന്തെങ്കിലും എവിഡന്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പാൽപേഷൻ മൂലം നമുക്ക് സ്ക്രീനിങ് നടത്താൻ പറ്റുന്ന. പിന്നെ ഈ പറയുന്ന കൂട്ട് പ്രശ്നം മീൻസ് ക്ലിനിക്കൽ ഇൻട്രോഗേഷൻ, കാരണം രോഗിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, സിംറ്റംസ് അനാലിസിസ്, ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു ചവിട്ടുപടി തന്നെയാണ്. പിന്നെ ഫർദർ ആയിട്ട് ചരകൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആയുർവേദം എഴുതപ്പെട്ടിരുന്ന ആയുർവേദത്തിന്റെ 3 ട്രീറ്റീസ് ഉള്ളതിൽ മേജർ 3 ട്രീറ്റീസ് ഉള്ളതിൽ ഒരു വ്യക്തിയാണ് ചരക സംഹിത എന്ന് പറയുന്നത്. ചരക സംഹിതയാണ് കൂടുതലും ചികിത്സാ ആസ്പെക്ട്സ്, അതായത് ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സ് കൂടുതൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് പുള്ളി ഫർദറായി ഇവാലുവേറ്റ് ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഒരു 8 അഷ്ടവിധ പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് 8 തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതിനകത്ത് നാഡി, മൂത്രം, മലം, ജിഹ്വ, ശബ്ദസ്പർശ, ദൃക്കാകൃതി, അതായത് നാഡി പരീക്ഷ ഇപ്പം വളരെ കോമൺ ആണ്, വളരെ പ്രിമിറ്റീവ് ആണെങ്കിലും ഇപ്പം വളരെ കോമൺലി നമ്മൾ പൊതുജനങ്ങൾക്കിടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എവിഡന്റ് ആയി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പം ഞാനിപ്പോ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്റെ നാഡി ഒന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞ് വരുന്ന കുറെ അധികം പേഷ്യൻസ്. അപ്പൊ നാഡി പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് അക്കാലത്ത് നാഡിയുടെ ഒരു പൾസേഷൻസ് എങ്ങനെയാണ്, അതിന്റെ റിതം, അതിന്റെ റാപ്പിഡ് മൂവ്മെന്റ്, ഈ കാര്യം പറയുമ്പോഴാണ് പണ്ടൊക്കെ നാഡി പരിശോധിച്ചിട്ടാണ് എല്ലാ രോഗങ്ങളും നിർണ്ണയിക്കുന്നത് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മളിപ്പോ വെറും പൾസ് നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പൾസ് കൗണ്ട് എടുക്കുന്നു, അതിന്റെ റിതം ചെക്ക് ചെയ്യുന്നു, അത് പിന്നെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനുശേഷമാണ് കൂടുതൽ ഗവേഷണം. പക്ഷെ അന്ന് തന്നെ നാഡി പരിശോധന എന്ന് പറയുമ്പോൾ പലതും കണ്ടുപിടിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് അതിന്റെ ഒരു കൂടുതലും എനിക്ക് പറയാൻ പറ്റുന്നത് കുറച്ചും കൂടി ഒരു പ്രാക്ടീസ് ആസ്പെക്ട് ആണ്. ഒരു ഫിസിഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിഷഗ്വരന്റെ പ്രാക്ടീസ് മൂലം പുള്ളി ആർജിച്ചെടുക്കുന്ന കുറെ കഴിവുകൾ ഉണ്ടാവും. അപ്പം എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആയുർവേദത്തിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരു ത്രിദോഷ സിദ്ധാന്തം. 3 ദോഷങ്ങളാൽ ശരീരം കമ്പോസ്ഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു 3 ദോഷത്തിന്റെ ഈക്വിലിബ്രിയം, സമാവസ്ഥയാണ് ആരോഗ്യവും, അസമാവസ്ഥയാണ് രോഗങ്ങളായിട്ടും പറയുന്നത്. അപ്പം നമ്മുടെ നാഡി പരിശോധിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ക്യാരക്ടർ എക്സിബിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് വിത്ത് ഏതെങ്കിലും ഒരു ദോഷത്തെ അല്ലെങ്കിൽ ഒരു ദോഷ എൻറ്റിറ്റിയെ റെപ്രസെന്റേറ്റീവ് ചെയ്യുകയാണെങ്കിൽ പുള്ളിയുടെ സിംറ്റംസുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്ത് അത് ഇന്ന ഡിസീസ് ആണെന്ന് റൂൾ ഔട്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു പ്രിൻസിപ്പൽ ആസ്പെക്ട് പോകുന്നത്. അതേപോലെ തന്നെ നാഡി പരീക്ഷ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂറിൻ എക്സാമിനേഷൻസ്, മൂത്രം, അത് പറയുന്നത് നമ്മുടെ യൂറിന്റെ ഡെൻസിറ്റി, കളറ്, അതിന്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെ അന്നേ നിർണ്ണയിക്കാൻ പല ടെക്നിക്സ് ഉണ്ടായിരുന്നു. അപ്പം ഷോർട്ടായിട്ടൊന്ന് പറയാൻ പറ്റില്ല. യൂഷ്വലി നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ടിപ്പിക്കൽ പ്രമേഹം കേസ്, അതായത് ഡയബറ്റീസ് കേസ് വരും. അപ്പം അതിനകത്ത് നമ്മൾ ഒരു യൂറിൻ എക്സാമിനേഷൻ അന്ന് കണ്ടക്ട് ചെയ്തിരുന്നത് അതൊരു സ്പെസിഫിക് ടൈം പീരീഡിൽ സ്റ്റോർ ചെയ്ത് അതിന്റെ എങ്ങനെയാണ് അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ സ്പെസിഫിക് ടെമ്പറേച്ചർ, അതിന്റെ ഗ്രാവിറ്റി, അതൊക്കെ മനസ്സിലാക്കുന്നത് അന്നൊരു സ്പെസിഫിക് ടൂൾ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വരുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണ് സ്റ്റൂൾ എക്സാമിനേഷൻ. സ്റ്റൂളിന്റെ, അതായത് നമുക്ക് ദഹന വ്യവസ്ഥ എങ്ങനെയുണ്ട് എങ്ങനെ അറിയാൻ പറ്റുന്നു എന്നൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൂൾ എക്സാമിനേഷൻ കൂടി പറ്റുമായിരുന്നു. അതേപോലെ ടങ് എക്സാമിനേഷൻ, ടങ് വളരെ അധികം എവിഡന്റ് ആണ്. ടങ്ങിന്റെ കോട്ടിങ് എങ്ങനെയാണ് ഡിസീസ് അപ്രോച്ചിൽ കോട്ടിങ് ഉണ്ടാവുന്നത്, ഒരു നോർമൽ പ്രകൃതമായിട്ടുള്ള ഒരു ടങ്ങിന്റെ അവസ്ഥ എങ്ങനെയാണ്, വികൃതമായിട്ടുള്ള അതായത് രോഗാവസ്ഥയിൽ ഉണ്ടാവുന്ന ടങ്ങിന്റെ ക്വാളിറ്റി, നേച്ചർ എങ്ങനെയാണ്, തീർച്ചയായിട്ടും ടങ്ങിന്റെ ഷേപ്പ്, അതേപോലെ ഇപ്പം അനീമിക് ആണെങ്കിൽ ഒരു സ്കലോപ്ഡ് പോലെയുള്ള ടങ്കുകളൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാറുണ്ട്. അപ്പം അതും ആയുർവേദത്തിൽ വളരെ അന്ന് എവിഡന്റ് ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആയുർവേദത്തിൽ പറയും. പിന്നെ ഫർദർലി വീണ്ടും ചരക സംഹിതയില് വീണ്ടും എവിഡന്റ് ആയി ഒരു മനുഷ്യന്റെ പ്രകൃതി, അവരുടെ ഡൈജഷൻ, അവരേത് സ്ഥലത്ത് ജീവിക്കുന്നു, അതിനെ ആസ്പദമാക്കിയുള്ള ട്രീറ്റ്മെന്റ് അപ്രോച്ചസ്, അങ്ങനെ ഒരു ദശവിധ പരീക്ഷ വീണ്ടും പറയുന്നുണ്ട്. അതായത് 10 തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് പരീക്ഷകൾ, അതായത് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ എക്സാമിനേഷൻ ടൂൾസ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ വളരെ പുരാതനമായി നമ്മൾ കണക്കാക്കുന്ന ആ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഇക്കാലത്ത് പോലും അത് പ്രസക്തമാണ് ഒരു രോഗം നിർണ്ണയിക്കാൻ. അപ്പം ആ ഒരു ബേസിലായിരുന്നു അക്കാലത്തും ഇക്കാലത്തും നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാർ, ഇപ്പോ എങ്ങനെയാണ് പുരാതന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ, അതായത് രോഗനിർണയം സാർ ഇപ്പൊ പറഞ്ഞിരുന്നത്, ഇപ്പൊ ആധുനിക ലോകം
അറിയാം ഹൈടെക് ആണ്, എല്ലാം മോഡേണൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ മോഡേൺ മെഡിസിൻ ആയുർവേദ മെഡിസിൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരു ടോട്ടൽ പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. ആയുർവേദം പറഞ്ഞിരിക്കുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശ്നം എന്നാണ്. അതായത് സ്വസ്ഥന്റെ സ്വാസ്ഥ്യത്തെ, അതായത് സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള ഒരു വ്യക്തി, ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും മറിച്ച് അസുഖം വന്നു കഴിഞ്ഞാൽ വികാര പ്രശമനം, ആ അസുഖത്തെ ശമിപ്പിക്കുക, എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു കോമൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഉണ്ട് ഒരു പ്രിവെന്റീവ് ആസ്പെക്ട്സിൽ ആയുർവേദം നമ്മൾ ഒരു വശത്ത് നോക്കിക്കാണും. രണ്ടാമത്തെ വശം ഒരു ഡിസീസ് ബേസ്ഡ് അപ്രോച്ച്, ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ചിലും കൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ആനുകാലികമായി വരുന്ന ഡയഗ്നോസ്റ്റിക് ടൂൾസിനെ അല്ലെങ്കിൽ ബയോടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സിനെയും അഡ്വാൻസ്മെന്റ്സിനെയും ഒന്നും നമുക്ക് കണ്ണടച്ച് കളയാൻ പറ്റില്ല. ഓരോ ആനുകാലികമായി വരുന്ന പുതിയ ടെക്നിക്സിനെയും ആയുർവേദത്തിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പണ്ടേ ആചാര്യൻ, അതായത് പണ്ടേ ഈ പറയുന്ന തൊട്ട് ഇത് ടെക്സ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും പോലും നമ്മളതൊക്കെ, അതായത് അത് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണത്. കാരണം ആനുകാലികമായി വരുന്ന ഓരോ ടെക്നിക്സിനെയും മാറ്റങ്ങളെയും നമ്മൾ നോക്കി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വൈദ്യൻ മൂഢവൈദ്യനാണെന്ന് പറയുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇക്കാലത്തുള്ള പല ഡയഗ്നോസ്റ്റിക് ടൂൾസുകൾ, മാർക്കേഴ്സ്, ബയോളജിക്കൽ മാർക്കേഴ്സ്, ഡിസീസ് മാർക്കേഴ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിൽ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്നൊക്കെ പറയുമല്ലോ, ഇയർലി ഡിറ്റക്ഷൻ, ഇയർലി ഐസൊലേഷൻ. നമ്മളിപ്പം കോവിഡ് വന്നപ്പം ഇതൊക്കെ വളരെ കോമൺലി കേട്ടുവന്നിരുന്ന വേർഡുകളാണ്. ശരിയാണ്. ഇപ്പൊ അതെ, കോവിഡിന് ശേഷമാണ് അത് അറിഞ്ഞത്. പണ്ടുണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങോട്ട് വന്നില്ല. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യാം. ഇയർലി സ്ക്രീനിങ്ങും ഇയർലി ഡിറ്റക്ഷനും വളരെ മാൻഡേറ്ററി ആണ്. ഒരു ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്പ്രെഡിങ്ങിനെ കുറയ്ക്കും. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ ഇവഞ്ച്വലി നമ്മൾ അതിന്റെ ഒരു പ്രോട്ടോകോൾ തന്നെ അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്നത് പുതിയ ടെക്നിക്സിന്റെ ഉൽപ്പത്തി തന്നെയാണ്. ഒരു കണക്കിന് ഒരു വശത്ത് കൂടി നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ കുറെ അധികം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മുടെ മോഡേൺ ടൂൾസ് വളരെയധികം മാൻഡേറ്ററി തന്നെയാണ്. കാരണം നമ്മുടെ ഡിസീസ് സ്റ്റേജസ് ഓഫ് പ്രിവെൻഷനിൽ നമ്മളിപ്പം പ്രൈമോഡിയൽ പ്രിവെൻഷൻ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വളരെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് ഇയർലി ഡിറ്റക്ഷൻ, ഇയർലി ഐസൊലേഷൻ, ഇയർലി ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ. ഇതൊക്കെ വളരെ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എടുക്കുമ്പോൾ വളരെ മാൻഡേറ്ററി ആണ്. ഇപ്പോ ഇയർലി ഐസൊലേഷൻ, ക്വാറന്റൈൻ, അതേപോലെ ഐസൊലേഷൻ, ഇതൊക്കെ പുതിയൊരു സമയത്ത് ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. പക്ഷെ കോമൺ പീപ്പിളിന് വളരെയധികം പരിചിതമാണ് ഈ നെയിംസ് ഒക്കെ. അപ്പം ഇതിന്റെ ഈ ഒരു ഇയർലി മാൻഡേറ്ററി ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ, ഇതൊക്കെ സാധ്യമാകുന്നത് എപ്പോഴും നമുക്ക് മോഡേൺ ഡയഗ്നോസ്റ്റിക് ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോ അത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ നമുക്കിപ്പോ ആനുകാലികമായി വരുന്ന പല ബയോളജിക്കൽ മാർക്കേഴ്സ്, നമ്മുടെ സ്ക്രീനിങ് ഡിറ്റക്ഷൻ ടൂൾസ്, ഇതൊക്കെ നമുക്ക് വളരെ ഐഡിയോളജിക്കലി നമുക്ക് ആയുർവേദത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ പല ക്രോണിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആർത്രൈറ്റിസ് പോലെ ലോങ് ടൈം ഡിഫിക്കൽട്ടീസ്, അതേപോലെ ഡയബറ്റിസ്, ക്രോണിക് ഡയബറ്റിസ്, അതേപോലെ ഡിസ്ലിപ്പിഡീമിയ, ഈ അസുഖങ്ങൾ, പിന്നെ തൈറോയിഡിസം, ഹൈപ്പോതൈറോയിഡിസം. അപ്പം ഈ കേസുകളിലൊക്കെ ഒരു പ്രീ മോണിറ്ററി സിംറ്റംസ്, പൂർവ്വരൂപങ്ങൾ ആയുർവേദത്തിൽ വളരെ എവിഡന്റ് ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പം സപ്പോസ് ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അവർ പ്രസന്റ് ചെയ്യുന്ന കുറെ സിംറ്റംസ് ഉണ്ടാവും. അവരെ ഈവൻ ഇൻസ്പെക്ഷനിലൂടെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന കുറെ സിംറ്റംസ് ഉണ്ടാവും. അപ്പം ഇതിന്റെ ഒരു ടിപ്പിക്കൽ കോറിലേഷൻസ് ആണ് എപ്പോഴും നമ്മളെ ഡയഗ്നോസിസിലേക്ക് നയിക്കുന്നത്. അപ്പം ആ ഒരു ഡയഗ്നോസിസ് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഇന്റർവെൻഷനും അതിന്റെ മാനേജ്മെന്റും അതിന്റെ ഫ്യൂച്ചർ ഫോളോ അപ്സും നമുക്ക് വളരെ ഭംഗിയായി നിർണ്ണയിക്കാൻ പറ്റും. സർ, ഒരു ഉദാഹരണം, അതായത് ഇപ്പോൾ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് ഒരു സിംറ്റം, അതായത് ഇപ്പോൾ ഒരു ആയുർവേദത്തിൽ നിങ്ങൾക്കൊരു റൂൾ ഔട്ട് ചെയ്ത ഒരു പ്രാക്ടീസിനനുസരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങളത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ചുരുക്കി പറഞ്ഞാലും മതി.